everyone, welcome back to my YouTube channel. ഇന്ന് ഇംഗ്ലീഷിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ സ്ക്രീനിൽ കാണിച്ചേക്കുന്നത് കണ്ടോ? ഇതാണ് ടോണി. ടോണിയുടെ സുഹൃത്താണ് റോണി. അപ്പൊ ടോണി ഒരു ദിവസം റോണിയോട് പറയാണ്, ഞാൻ എല്ലാ ദിവസവും രാവിലെ കട്ടൻ കാപ്പി കുടിക്കാറുണ്ട് എന്ന് പറയാണ്. ഇത് കേട്ട് റോണി മൂന്നാമതൊരാളോട്, അത് റോണിയുടെ ഒരു സുഹൃത്താവാം അല്ലെങ്കിൽ ആരുമാവാം, അപ്പോൾ ടോണി പറഞ്ഞ ഒരു കാര്യം, ടോണിയെ കുറിച്ച് റോണി മൂന്നാമതൊരാളോട് പറയാണ്. അപ്പോൾ ഇതെങ്ങനെ പറയും എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണോ പറയാ? ടോണി പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും രാവിലെ കട്ടൻ കാപ്പി കുടിക്കാറുണ്ടെന്ന്. ഇങ്ങനെയാണോ നമ്മൾ പറയാ? ഒരിക്കലുമല്ല അല്ലേ. നമ്മൾ മലയാളത്തിൽ തന്നെ മാറ്റങ്ങൾ വരുത്തും. ഇപ്പൊ നമ്മളോട് ഒരാൾ പറഞ്ഞൊരു കാര്യം നമ്മൾ മൂന്നാമതൊരാളോട് പറയുമ്പോൾ നമ്മൾ അതിൽ ചില മാറ്റങ്ങൾ വരുത്തും, ഇല്ലേ? നമ്മൾ എങ്ങനെയായിരിക്കും പറയാ? ടോണി പറഞ്ഞു, അവൻ എല്ലാ ദിവസവും രാവിലെ കട്ടൻ കാപ്പി കുടിക്കാറുണ്ടെന്ന് ഇന്ന് നമ്മൾ പറയും. അപ്പൊ ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? അതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോ ടോണി റോണിയോട് പറഞ്ഞതിനെയാണ് നമ്മൾ ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയാം. അപ്പൊ ഇംഗ്ലീഷിൽ എങ്ങനെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഞാൻ എല്ലാ ദിവസവും രാവിലെ കട്ടൻ കാപ്പി കുടിക്കാറുണ്ട് എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അപ്പോൾ ടോണി പറഞ്ഞതാണ് കേട്ടോ അടുത്തത് കാണിക്കുന്നത്. ഐ ഡ്രിങ്ക് ബ്ലാക്ക് കോഫി എവറി മോർണിംഗ് എന്ന് പറയും. ഈ ഒരു സെന്റൻസ് ഇനി റോണി മൂന്നാമതൊരാളോട് പറയുമ്പോൾ എങ്ങനെയായി മാറും? ടോണി സെഡ് ദാറ്റ് he drank black coffee every morning എന്നാവും. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരിക്കും. ഇതെങ്ങനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുന്നത് എന്ന് നിങ്ങൾക്ക് സംശയം വന്നിട്ടുണ്ടാകും. നമ്മളത് പഠിക്കാൻ പോവാണ്. അപ്പൊ ഇവിടെ ടോണി റോണിയോട് പറഞ്ഞതിനെയാണ് നമ്മൾ ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയാ. റോണി മൂന്നാമതൊരാളോട് പറഞ്ഞതിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയാം, അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് നമുക്ക് പറയാം. അപ്പോ ഈ രണ്ട് ഇംഗ്ലീഷ് സെന്റൻസുകൾ നോക്കുമ്പോൾ നമുക്ക് ഇതിൽ എന്ത് ചേഞ്ചസ് ഒക്കെയാണ് കാണാൻ പറ്റുന്നത്? ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആദ്യം തന്നെ നമ്മളൊരു സെന്റൻസ് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നമ്മളൊരു റിപ്പോർട്ടിംഗ് വേർബ് ആഡ് ചെയ്യണം. ഇവിടെ സെഡ് ദാറ്റ് എന്നുള്ളതാണ് ഇവിടുത്തെ റിപ്പോർട്ടിംഗ് വേർബ്. അപ്പോൾ ആരാണോ പറഞ്ഞത് അവരുടെ പേര് ആദ്യം എഴുതാം. അപ്പൊ ഇവിടെ ടോണിയാണ് ഇത് പറഞ്ഞത്, ഈ കാര്യം പറഞ്ഞത്. അപ്പൊ ടോണി എന്ന് എഴുതാം. ഇനി സെഡ് ദാറ്റ്, പറഞ്ഞു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ റിപ്പോർട്ടിംഗ് വേർബായി സെഡ് ദാറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മൾ റിപ്പോർട്ടിംഗ് വേർബ് ആഡ് ചെയ്യണം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മള് പിന്നെ വന്നേക്കുന്ന ചേഞ്ചസ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത്, ഇവിടെ പ്രോനൗൺ ആയ ഐ എന്നുള്ളത് ഇവിടെ എന്തായി? ഹീ ആയി മാറി, ഇല്ലേ? സോ there was a change in personal pronoun എന്ന് പറയാം. അപ്പൊ സെക്കൻഡ് നമ്മൾ എന്ത് ചെയ്യണം? പ്രോനൗൺ ചേഞ്ച് ചെയ്യണം, അതായത് പേഴ്സണൽ പ്രോനൗൺ ചേഞ്ച് ചെയ്യണം. മനസ്സിലായോ? ഇനി തേർഡ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ടെൻസ് മാറ്റണം. അപ്പൊ ആദ്യത്തെ സെന്റൻസിൽ ഡ്രിങ്ക് എന്നായിരുന്നു, ഇവിടെ സെക്കൻഡ് സെന്റൻസിലേക്ക് വന്നപ്പോൾ അതെന്തായി മാറി? ഡ്രാങ്ക് എന്നായി. അപ്പൊ നമ്മൾ ഗ്രാമർ വൈസ് നോക്കുമ്പോൾ ഇപ്പൊ നമ്മൾ എന്താ ചെയ്തതെന്ന് അറിയോ? സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ഒരു സെന്റൻസ് ആണ് ഐ ഡ്രിങ്ക് ബ്ലാക്ക് കോഫി എവറി മോർണിംഗ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റി. അപ്പൊ ടെൻസ് അറിയാത്തവർക്ക് 38 മിനിറ്റ്സിന്റെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ട്രാൻസ്ലേറ്റ് ഫ്രം മലയാളം ടു ഇംഗ്ലീഷ് എന്നുള്ള പ്ലേലിസ്റ്റിൽ നമ്മൾ ഓരോ ടെൻസസും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഏത് സെന്റൻസും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് കാണാം. ഇനി അതും അല്ലെങ്കിൽ ടെൻസസ് എന്നുള്ള പ്ലേലിസ്റ്റിൽ ഞാൻ ടെൻസസ് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായി. ഫ്യൂച്ചർ ടെൻസിന്റെ ഭാഗം കൂടി എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്, അത് ഞാൻ ഉടനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഒരു സെന്റൻസ് ഫോം ചെയ്യാൻ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞേക്കുന്നതാണ്. ഇനി ടെൻസ് അറിയാത്തവര് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കളിക്കാറുണ്ട്, കളിക്കുന്നു, പഠിക്കുന്നു, പഠിക്കാറുണ്ട് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇങ്ങനെ എഴുതാം. ആദ്യം സബ്ജക്റ്റ് എഴുതാം, പിന്നെ നമ്മൾ വേർബിന്റെ ബേസ് ഫോം എഴുതണം. അതിൽ ഹീ, ഷീ അല്ലെങ്കിൽ ഇറ്റ് സബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ
നമ്മൾ വേർബിന്റെ കൂടെ എസ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ആദ്യത്തെ സെന്റൻസിൽ നമുക്ക് ആ ഒരു വേർബിന്റെ കൂടെ വാസോ വേറോ ഹാസോ ഹാവോ ഹാഡോ ഒന്നും എഴുതിയിട്ടില്ല. ആകെയുള്ളത് ആ വേർബാണ്. മനസ്സിലായോ? അതെന്തുകൊണ്ടാണ്? അവിടെ ഐ സബ്ജക്റ്റ് ആയി വന്നത് കൊണ്ടാണ് അവിടെ വേർബിന്റെ ബേസ് ഫോം എഴുതിയത്. ഇനി അവിടെ മാറി ഹി ഓർ ഷീ ആയിരുന്നെങ്കിൽ അവിടെ എന്തായനെ? ഡ്രിങ്ക്സ് എന്നായനെ. അപ്പൊ അങ്ങനെയുള്ള ഒരു വേർബിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു സെന്റൻസിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വേർബിന്റെ സെക്കൻഡ് ഫോം എഴുതണം. അപ്പൊ ഡ്രിങ്ക് എന്നുള്ള വേർബിന്റെ 3 ഫോംസ് ഏതാണ്? ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക് എന്നാണ്. അപ്പൊ നമ്മൾ ഡ്രാങ്ക് എന്ന് എഴുതണം. അതുകൊണ്ടാണ് നമ്മൾ അവിടെ എന്തെഴുതിയത്? ടോണി സെഡ് ദാറ്റ് ഹി ഡ്രാങ്ക് ബ്ലാക്ക് കോഫി എവറി മോർണിംഗ് എന്ന് എഴുതിയത്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ 3 ചേഞ്ചസ് ആണ് പ്രധാനമായിട്ടും വരുത്തേണ്ടത്. ആദ്യം തന്നെ നമ്മളൊരു റിപ്പോർട്ടിംഗ് വേർബ് ആഡ് ചെയ്യണം. സെക്കൻഡ് നമ്മൾ പ്രൊനൗൺ ചേഞ്ച് ചെയ്യണം. തേർഡ് വൺ നമുക്ക് ടെൻസും ചേഞ്ച് ചെയ്യണം. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ. പ്രിയ എന്നോട് പറയാന്ന് വിചാരിക്കേ, എന്റെ ഭർത്താവ് ഡൽഹിയിൽ പോകാറുണ്ട്. ഇതെങ്ങനെയായിരിക്കും ഇംഗ്ലീഷിൽ പ്രിയ പറഞ്ഞിട്ടുണ്ടാവുക എൻ്റെ അടുത്ത്? മൈ ഹസ്ബൻഡ് ഗോസ് ടു ഡൽഹി എന്ന് പറയും. ഇത് ഞാൻ മൂന്നാമതൊരാളോട് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഞാൻ മലയാളത്തിൽ എങ്ങനെയായിരിക്കും നമ്മൾ ആ സെന്റൻസ് ഫോം ചെയ്യുക? ഞാൻ പറയും, പ്രിയ പറഞ്ഞു അവളുടെ ഭർത്താവ് ഡൽഹിയിൽ പോകാറുണ്ടെന്ന് എന്ന് നമ്മൾ പറയും. ആദ്യം നമ്മൾ എന്ത് എഴുതേണ്ടത്? ആരാണ് ഈ ഒരു സെന്റൻസ് പറഞ്ഞത് അവരുടെ പേര് എഴുതാം നമുക്ക്. അപ്പൊ ഇവിടെ പ്രിയ ആണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് പറയാം പ്രിയ എന്ന് എഴുതാം. അത് കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മൾ റിപ്പോർട്ടിംഗ് വേർബ് ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? സെഡ് ദാറ്റ് എന്ന് എഴുതാം. അത് കഴിഞ്ഞ് ഇനി എന്താണ് മാറ്റം വരുന്നത്? ചേഞ്ച് ഇൻ ദി പേഴ്സണൽ പ്രോനൗൺ. അപ്പൊ ഇവിടെ മൈ ഹസ്ബൻഡ്, ഫസ്റ്റ് സെന്റൻസിൽ മൈ ഹസ്ബൻഡ് എന്നുള്ളത് എങ്ങനെയായി മാറും? അവളുടെ ഹസ്ബൻഡ് എന്നായി മാറും. അതായത് അവളുടെ ഭർത്താവ് എന്നായി മാറും അല്ലെ? അപ്പൊ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതും? അവളുടെ എന്ന് പറയാൻ ഹെർ എന്ന് എഴുതും. അപ്പൊ ഹെർ ഹസ്ബൻഡ് എന്ന് പറയും. അപ്പോ ഇനിയും നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ തേർഡ് റൂൾ ആണ് നമ്മൾ ഇനി എഴുതേണ്ടത്. എന്താണ്? അതായത് നമ്മൾ ടെൻസ് ചേഞ്ച് ചെയ്യണം. അപ്പോ ഫസ്റ്റ് സെന്റൻസിൽ എന്തായിരുന്നു? ഗോസ് എന്നായിരുന്നു. അത് നമ്മൾ വേർബിന്റെ സെക്കൻഡ് ഫോം എഴുതണം. അപ്പൊ ഗോ എന്നുള്ള വേർബിന്റെ സെക്കൻഡ് ഫോം എന്താണ്? ഗോ, വെന്റ്, ഗോൺ എന്നാണ് വേർബിന്റെ 3 ഫോംസ്. അപ്പൊ നമ്മൾ വേർബിന്റെ സെക്കൻഡ് ഫോം ആയ വെന്റ് ആഡ് ചെയ്യും. അപ്പൊ നമുക്ക് വെന്റ് എഴുതാം. ഇനി എന്ത് നമുക്ക് എഴുതാം? ടു ഡൽഹി എന്നായി. അപ്പൊ എന്തായി നമ്മുടെ സെന്റൻസ്? നമുക്ക് പറയാം പ്രിയ സെഡ് ദാറ്റ് ഹെർ ഹസ്ബൻഡ് വെന്റ് ടു ഡൽഹി എന്ന് വരും. മനസ്സിലായില്ലേ? ഇനി വേറൊരു സെന്റൻസ് ടീച്ചർ പറഞ്ഞ സെന്റൻസ് ആണ് കേട്ടോ. ഞാൻ എൻ്റെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയാണ്. ഇതെങ്ങനെയായിരിക്കും ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടുണ്ടാവുക? I am teaching my students എന്ന് പറയും. അപ്പൊ ഇവിടെ സബ്ജക്റ്റ് ഐ ആയതുകൊണ്ടാണ് നമ്മൾ അവിടെ ആം യൂസ് ചെയ്തത്. അതിന്റെ ഒപ്പം തന്നെ നമ്മൾ വേർബിന്റെ കൂടെ ing ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കണ്ടിന്യൂസ് ടെൻസ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ടെൻസസിനെ കുറിച്ച് ഒന്നും അറിയാത്തവരെ ഒരു കാര്യം ആലോചിച്ച് വെച്ചാൽ മതി. ഞാൻ പഠിപ്പിക്കുകയാണ്, കളിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ അപ്പൊ സബ്ജക്റ്റ് ഐ വരികയാണെങ്കിൽ നമ്മൾ ആം യൂസ് ചെയ്യണം. അതിന്റെ ഒപ്പം തന്നെ വേർബിന്റെ കൂടെ ing ആഡ് ചെയ്യണം. ഇനി ഹി ഷീ ഇറ്റ് ആണ് വരുന്നതെങ്കിൽ ഈസ് യൂസ് ചെയ്യണം, ഒപ്പം വേർബിന്റെ കൂടെ ing. ഇനി വി യു ദേ ആണെങ്കിൽ ആർ യൂസ് ചെയ്യണം, അതിന്റെ ഒപ്പം തന്നെ വേർബിന്റെ കൂടെ ing. ഓക്കെ, അപ്പോ അത് മനസ്സിലാക്കി. അപ്പോൾ ഐ ആം ടീച്ചിങ് മൈ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു. ഇനി ഇത് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ എന്താണ് ചേഞ്ച് വരിക? അപ്പൊ ആദ്യത്തെ ടെൻസില് സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ഒരു സെന്റൻസ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലേക്കാണ് ആക്കിയത്. അപ്പൊ ഇവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള സെന്റൻസ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് മാറ്റണം. അതായത് ഈസ്, ആം, ആർ നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ അവിടെ ഒന്നില്ലെങ്കിൽ വാസ് അല്ലെങ്കിൽ വേർ ആണ് യൂസ് ചെയ്യുക. അതിന്റെ ഒപ്പം തന്നെ വേർബിന്റെ കൂടെ ing ആഡ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ നമ്മൾ വാസ് എപ്പോഴാണ് യൂസ് ചെയ്യുക? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഷീ, ഹി, ഐ ആണ് വരുന്നതെങ്കിൽ നമ്മൾ വാസ് യൂസ് ചെയ്യും. യു, വി, ദേ ആണ് വരുന്നതെങ്കിൽ നമ്മൾ വേർ യൂസ് ചെയ്യും. അപ്പൊ ഇത് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റാൻ നമ്മൾ എങ്ങനെയാണ് സെന്റൻസിൽ പറയാ? ടീച്ചർ പറഞ്ഞു. അപ്പോ സാധാരണ ടീച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ഫീമെയിൽ എന്നാണ് ആലോചിക്കുന്നത്. അപ്പൊ ഞാൻ ഫീമെയിൽ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ ടീച്ചർ പറഞ്ഞു അവൾ അവളുടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയാണെന്ന് എന്ന് നമുക്ക് പറയാം അല്ലെ? അപ്പൊ നമുക്ക് അത് എങ്ങനെ ഇംഗ്ലീഷിലേക്ക് മാറ്റാം? ടീച്ചർ സെഡ് ദാറ്റ് ഐ ആം ടീച്ചിങ് എന്നുള്ളത് ഷീ വാസ് ടീച്ചിങ് എന്ന് എഴുതാം. ഇനി മൈ സ്റ്റുഡൻസ് എന്നാണ് എഴുതേണ്ടത്? അല്ല,
her students, അവളുടെ വിദ്യാർത്ഥികളെ എന്നാണ് പറഞ്ഞത്. അപ്പൊ her students എന്ന് പറയാം. അപ്പൊ എന്തായി സെന്റൻസ്? Teacher said that she was teaching her students എന്നായി റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് വരുമ്പോൾ. വേറൊരു സെന്റൻസ് റാണി പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ. ഞാൻ സിനിമ ഇതിനകം 3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇതെങ്ങനെയായിരിക്കും ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടുണ്ടാവുക? I have seen the movie 3 times already. അപ്പൊ ഇവിടെ കണ്ടിട്ടുണ്ട്, കളിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഏത് ടെൻസിലാണ് പഠിച്ചേക്കുന്നത്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ് നമ്മൾ അങ്ങനെയൊക്കെ പറയാൻ പഠിച്ചേക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ സബ്ജക്റ്റ് ഐ ആയപ്പോൾ നമ്മൾ എന്താ ഇവിടെ യൂസ് ചെയ്തത്? ഐ ഹാവ് യൂസ് ചെയ്തു. അതിൻ്റെ ഒപ്പം തന്നെ വേർബിന്റെ 3rd ഫോം യൂസ് ചെയ്തു. അപ്പൊ സീൻ എന്ന് പറയുന്നത് സീ എന്നുള്ള വേർബിന്റെ 3rd ഫോം ആണ്. സീ, സോ, സീൻ എന്നാണ് വേർബിന്റെ 3 ഫോംസ്. അപ്പോൾ ഐ ഹാവ് സീൻ ദ മൂവി 3 times already എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളൊരു സെന്റൻസിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് വേർബിന്റെ 3rd ഫോം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കണം അത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് എന്ന് മനസ്സിലാക്കണം. ഇവിടെ സബ്ജക്റ്റ് ഐ ആയതുകൊണ്ടാണ് നമ്മൾ ഹാവ് യൂസ് ചെയ്തത്. ഹി, ഷീ ആയിരുന്നെങ്കിൽ ഹാസ് ആയനെ ഐ, യു, വി, ദേ വരുമ്പോൾ നമ്മൾ ഹാവ് യൂസ് ചെയ്യും. ഒപ്പം വേർബിന്റെ 3rd ഫോം യൂസ് ചെയ്യും. അപ്പൊ ഇവിടുത്തെ വേർബ് എന്ന് പറയുന്നത് ഇവിടെ എഴുതിയേക്കുന്നത് എങ്ങനെയാണ്? സീൻ എന്നാണ്. അതായത് സീയുടെ 3rd ഫോം ആണ് അവിടെ എഴുതിയേക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു സെന്റൻസ് എന്ന് പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള ഒരു സെന്റൻസ് ആണ്. അത് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ അതെങ്ങനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുക? നമുക്ക് മലയാളത്തിൽ തന്നെ ആ ചേഞ്ച് വരുത്തി നോക്കാം. അപ്പൊ മലയാളത്തിൽ നമ്മൾ എങ്ങനെ പറയും? റാണി പറഞ്ഞു അവൾ സിനിമ ഇതിനകം 3 പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് എന്ന് നമ്മൾ പറയും. അപ്പൊ നമുക്ക് എങ്ങനെ ഇത് ഇംഗ്ലീഷിലാക്കാൻ പറ്റാ? അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പറഞ്ഞ സെന്റൻസ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലായിരുന്നു. നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് മാറ്റണം. അപ്പൊ നിങ്ങൾ ഇതൊന്നും കേട്ട് പേടിക്കണ്ട. നമ്മളൊരു സെന്റൻസിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് വേർബിന്റെ 3rd ഫോം കണ്ടു കഴിഞ്ഞാൽ നേരെ ഹാഡ് എന്ന് എഴുതിയാൽ മതി. ബാക്കി ഒരു ചേഞ്ചസും വരുത്തണ്ട. അപ്പൊ ഹാഡ് പ്ലസ് വേർബിന്റെ 3rd ഫോം ആണ് നമ്മുടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ സെന്റൻസ് എങ്ങനെയാണ് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുക? റാണി സെഡ് ദാറ്റ്. ഇനി നമ്മൾ എന്താ ആഡ് ചെയ്യുക? ഐ എന്നാണ് ഇവിടെ എഴുതേണ്ടത്, അല്ല ഷീ എന്നാണ് എഴുതേണ്ടത്. അപ്പൊ ഷീ. ഇനി നമ്മൾ ആദ്യത്തെ സെന്റൻസിൽ എന്താ പറഞ്ഞത്? ഹാവ് സീൻ എന്നാണ് പറഞ്ഞത്. അതെന്തായി നമ്മൾ കൺവേർട്ട് ചെയ്യണം? ഹാഡ് സീൻ എന്ന് എഴുതണം. അപ്പൊ ഷീ ഹാഡ് സീൻ ദ മൂവി 3 times already എന്ന് വരും. അപ്പൊ എന്തായി നമ്മുടെ സെന്റൻസ്? റാണി സെഡ് ദാറ്റ് ഷീ ഹാഡ് സീൻ ദ മൂവി 3 times already എന്ന് വരും. മനസ്സിലായില്ലേ? ഇനി വേറൊരു എക്സാമ്പിൾ രാഹുൽ പറഞ്ഞൊരു സെന്റൻസ് ആണ് കേട്ടോ. ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്കായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? അപ്പോൾ രാഹുൽ എങ്ങനെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ മൈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ ഹാവ് ബീൻ വെയിറ്റിംഗ് എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകണം പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഹാവ് ബീൻ വെയിറ്റിംഗ്, അപ്പോൾ ഇത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലെ ഒരു സെന്റൻസ് ആണ്. നമ്മളത് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ഏത് ടെൻസിലേക്കാണ് മാറ്റേണ്ടത്? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്കാണ്. അപ്പോൾ വളരെ ഈസിയാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് മാറ്റാൻ. നമ്മൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ഹാഡ് എഴുതുക. ബാക്കിയുള്ളതൊക്കെ സെയിം ആണ്. മനസ്സിലായോ? ഇവിടെ സബ്ജക്റ്റ് ഐ ആയതുകൊണ്ടാണ് ഹാവ് യൂസ് ചെയ്തത്. ഹി, ഷീറ്റ് ഒക്കെ ആയിരുന്നെങ്കിൽ ഹാസ് ആയനെ. വി, യു, ദേ ഒക്കെ വരുമ്പോൾ ഹാവ് ആണ്. അതൊക്കെ നമുക്ക് പറയുന്നതാണ്. അപ്പൊ ഏത് സബ്ജക്റ്റ് വന്നാലും നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ അത് ഹാഡ് ആവും. ഓക്കെ. പിന്നെ എന്താണ് നമ്മൾ എഴുതേണ്ടത്? ബീൻ പ്ലസ് വേർബിന്റെ കൂടെ ing. അത് നേരെ തന്നെ മുകളിൽ തന്നെ എഴുതിയാൽ മതി. മനസ്സിലായോ? അപ്പൊ നമുക്ക് എങ്ങനെ സെന്റൻസ് ഫോം ചെയ്യാം? അപ്പൊ നമുക്ക് പറയാം രാഹുൽ സെഡ് ദാറ്റ്. ഐ എന്നാണോ നമ്മൾ പറയാ? അല്ല, നമ്മൾ രാഹുലിനെ കുറിച്ചാണ് പറയുന്നത്, അവനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഹി എന്ന് എഴുതാം. അപ്പൊ രാഹുൽ സെഡ് ദാറ്റ് ഹി ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ ഹിസ് ഫ്രണ്ട്സ് എന്ന് പറയും. മനസ്സിലായില്ലേ? ഇനി വേറൊരു എക്സാമ്പിൾ. ഇത് റോഷിനി പറയുന്ന ഒരു സെന്റൻസ് ആണ് കേട്ടോ. ഞാൻ അലക്സിനെ വിളിച്ചു. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ഐ കോൾഡ് അലക്സ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഈ സെന്റൻസ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഇവിടെ വേർബ് എന്ന് പറയുന്നത് കോൾ ആണ്. കോളിന്റെ 2nd ഫോം ആണ് നമ്മൾ എഴുതിയേക്കുന്നത്, കോൾഡ് എന്ന് പറഞ്ഞത്. അപ്പൊ ഐ കോൾഡ് അലക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ അലക്സിനെ വിളിച്ചു, കളിച്ചു, പഠിച്ചു എന്നൊക്കെ പറയുന്നത് നമ്മൾ ഏത് ടെൻസിലാണ്?
സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ ഇതുവരെ പ്രസന്റ് ടെൻസിൽ വരുന്ന എല്ലാ ടെൻസുകളും റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റാൻ നമ്മൾ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റി. എന്നാൽ പാസ്റ്റ് ടെൻസിൽ വരുന്ന ആദ്യത്തെ ടെൻസായ സിമ്പിൾ പാസ്റ്റ് ടെൻസ് നമുക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ എഴുതേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. സിമ്പിൾ പാസ്റ്റ് ടെൻസ് നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എഴുതേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേക്കാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് എഴുതാൻ പറ്റുക? അപ്പൊ എങ്ങനെയാണ് പറഞ്ഞത്? അപ്പൊ റോഷ്നി പറഞ്ഞത് ഞാൻ അലക്സിനെ വിളിച്ചു എന്നാണ്. അപ്പൊ എങ്ങനെയാ നമ്മൾ സെന്റൻസ് പറഞ്ഞ? ഐ കോൾഡ് അലക്സ് എന്ന് പറഞ്ഞു. ഇനി ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് മാറ്റാൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. തൊട്ട് മുൻപ് നമ്മൾ പഠിച്ച കാര്യമാണ്. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ഓർക്കേണ്ടത് എന്താണ്? ഹാഡ് എന്ന് ഓർക്കണം. അതിന്റെ ഒപ്പം തന്നെ വേർബിന്റെ തേർഡ് ഫോം എന്ന് ഓർക്കണം. അപ്പൊ നമുക്ക് എങ്ങനെ ഈ സെന്റൻസ് മാറ്റാൻ പറ്റാ? നമുക്ക് പറയാൻ പറ്റും. മലയാളത്തിൽ നമ്മൾ എങ്ങനെ പറയും? റോഷ്നി പറഞ്ഞു അവൾ അലക്സിനെ വിളിച്ചു എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? റോഷ്നി said that she had called Alex എന്ന് വരും. അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് ആക്കിയപ്പോൾ ഹാഡ് എഴുതി. അതിന്റെ ഒപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ വേർബിന്റെ തേർഡ് ഫോം ആണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഫസ്റ്റ് സെന്റൻസിൽ എങ്ങനെയാണ് എഴുതിയേക്കുന്നത്? വേർബിന്റെ സെക്കൻഡ് ഫോം ആണ്. ഇവിടെ കാൾ എന്നുള്ള വേർബ് ആയതുകൊണ്ടാണ് നമ്മൾ കാൾഡ് എന്ന രണ്ട് ഭാഗത്തും എഴുതിയത്. കാരണം അതൊരു റെഗുലർ വേർബ് ആണ്. ഇ ആഡ് ചെയ്യുമ്പോൾ സെക്കൻഡ് ഫോമും തേർഡ് ഫോമും ഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. മനസ്സിലായോ? പക്ഷെ അവിടെ വേറെ വല്ല വേർബ്സ് ആയിരുന്നെങ്കിൽ, ഇപ്പൊ റൈറ്റ് എന്നുള്ള ഒരു വേർബ് ആയിരുന്നെങ്കിൽ നമ്മൾ പറയാ തന്നെ റോട്ട് എന്നായിരിക്കും ആദ്യത്തെ സെന്റൻസിൽ. അത് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ റിട്ടൺ എന്നായനെ, ഹാഡ് റിട്ടൺ എന്നായനെ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് എങ്ങനെയാക്കാം ഈ സെന്റൻസ്? റോഷ്നി said that she had called Alex എന്ന് വരും. മനസ്സിലായില്ലേ? ഇനി വേറൊരു എക്സാമ്പിൾ, രാഹുൽ പറഞ്ഞൊരു സെന്റൻസ് ആണ് കേട്ടോ. ഞാനൊരു കത്ത് എഴുതുകയായിരുന്നു. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ഐ വാസ് റൈറ്റിംഗ് എ ലെറ്റർ എന്ന് പറയും. അപ്പോൾ എഴുതുകയായിരുന്നു, പഠിക്കുകയായിരുന്നു എന്നൊക്കെ പറയാൻ നമ്മൾ വാസ് ഓർ വെയർ പ്ലസ് വേർബിന്റെ കൂടെ ing ആണ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സെന്റൻസ് നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റാൻ നമ്മൾ ഏത് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയോ? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ പഠിച്ചതാണ്, നമ്മൾ മുൻപ് പഠിച്ചു. എങ്ങനെയാണ് നമ്മൾ എഴുതാ? ഹാഡ് ബീൻ, പിന്നെ വേർബിന്റെ കൂടെ ing ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എങ്ങനെയാ പറയാൻ പറ്റുക? അപ്പൊ ഇവിടെ നമുക്ക് പറയാം രാഹുൽ said that he had been writing a letter എന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടി ഞാനൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും തന്നെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, എല്ലാവരും തന്നെ കോമന്റ് ബോക്സിൽ ആൻസേഴ്സ് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. അപ്പൊ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞൊരു സെന്റൻസ് ആണ് കേട്ടോ. ഞാൻ മാർക്കറ്റിലേക്ക് പോകുകയാണ്. ഐ ആം ഗോയിങ് ടു ദ മാർക്കറ്റ് എന്ന് പറയും. ഇനി ഇത് നമ്മൾ മറ്റൊരാളോട് പറയുമ്പോൾ, ആദ്യം ഇപ്പോൾ നമ്മളോട് പറഞ്ഞു, ഇനി ഇത് മറ്റൊരാളോട്, മൂന്നാമതൊരാളോട് പറയുമ്പോൾ ഇതെങ്ങനെ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റും? കോമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യും കേട്ടോ. അപ്പൊ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട്. അപ്പൊ തൽക്കാലത്തേക്ക് ഇന്നത്തേക്ക് ഇത്ര പഠിച്ചാൽ മതി. നമ്മൾ പല സമയങ്ങളിലായിട്ട് ഞാൻ ഇനിയും വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ വീഡിയോസ് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമാവാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കോമൻറ്റ്സ് എന്നെ അറിയിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.